താലം വെച്ച് വിളിച്ചാലും ഞാനിതിലൊന്നും പങ്കെടുക്കില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന സ്ഥിരം രീതിയാണ് അദ്ദേഹത്തിൻ്റേത്. എന്തെല്ലാം പരിപാടികളിലാണ് ഒഴിഞ്ഞു മാറിയത്. ഇത് കുട്ടികളുടെ പ്രവേശനോത്സവത്തിൽ പങ്കെടുക്കാതെ മാറിയുന്നവരല്ലേ അവർ. ഏത് കാര്യത്തിലാണ് UDF ഈ നിലയിൽ യോജിച്ചു പോകാൻ കഴിയും എന്നൊരു നിലപാട് പ്രഖ്യാപിച്ചിട്ടുള്ളത്? ഒരു കാര്യം ഉറപ്പാണ്, വിഴിഞ്ഞം തുറമുഖം പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ, മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്സ്മാൻഷിപ്പിൻ്റെ, പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ, LDF ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തിയുടെ ഉൽപ്പന്നമാണ്. അദ്ദേഹത്തെ ഒഴിവാക്കപ്പെട്ടതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എനിക്കറിയില്ല. ഒരു കാര്യം, രണ്ട് കാര്യങ്ങൾ ഉറപ്പാണ്. വാസം സോൻ്റെ വാർത്താ സമ്മേളനം കണ്ടു, പൂർണ്ണമായും ശ്രദ്ധിക്കാനായില്ല. അതിനകത്ത് മനസ്സിലാക്കേണ്ടത് രണ്ട് കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. ഒന്ന്, ഈ പ്രോഗ്രാം നിശ്ചയിക്കുന്നത്, മിനിറ്റ് ബൈ മിനിറ്റ് പ്രോഗ്രാം നിശ്ചയിക്കുന്നത്, അതിൻ്റെ ഡയസിൽ ആരൊക്കെ വേണമെന്നുള്ള ലിസ്റ്റ് അപ്രൂവ് ചെയ്യുന്നത് കേരള ഗവൺമെൻറ് അല്ല. രണ്ടാമത്തെ കാര്യം, UDF അത് ബഹിഷ്കരിക്കുന്നുവെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത് ഇതാദ്യത്തെ സംഭവമല്ല. താലം വെച്ച് വിളിച്ചാലും ഞാനിതിലൊന്നും പങ്കെടുക്കില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന സ്ഥിരം രീതിയാണ് അദ്ദേഹത്തിൻ്റേത്. എന്തെല്ലാം പരിപാടികളിലാണ് ഒഴിഞ്ഞു മാറിയത്. അത് നേരത്തെ പഴയ കാലത്ത് കേരളത്തിൽ പ്രതിപക്ഷ നേതാവ് ഈ പരിപാടിയിൽ കേരളത്തിൽ പ്രതിപക്ഷ കേന്ദ്ര സർക്കാരാണെങ്കിലും സംസ്ഥാന സർക്കാരും ക്ഷണിക്കേണ്ടത് സാമാന്യ മര്യാദയുടെ ഭാഗമില്ലെന്ന്. അല്ല, അത് മനസ്സിലാക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. അവർ ഞങ്ങൾക്ക് ക്ഷണിക്കുന്നതിൽ വിരോധമില്ല, ഞങ്ങൾക്കുമേൽ അങ്ങനെയല്ല. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയുടെ, രാഷ്ട്രപതി പങ്കെടുക്കുന്ന പരിപാടിയുടെ, ഉപരാഷ്ട്രപതി പങ്കെടുക്കുന്ന പരിപാടിയുടെ മിനിറ്റ് ബൈ മിനിറ്റ് പ്രോഗ്രാം നിശ്ചയിച്ച് ഫൈനൽ അപ്രൂവ് ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. അതിൻ്റെ അവരുടെ പ്രോട്ടോക്കോൾ ഡിവിഷനാണ് അത് ചെയ്യുന്നത്. അതിനവർക്ക് അവരുടേതായ മാനദണ്ഡങ്ങളുണ്ട്, അവരാണ് ചെയ്യുന്നത്, ഞങ്ങളല്ല ചെയ്യുന്നത്. അത് UDF ഭരിച്ചാലും LDF ഭരിച്ചാലും ഏത് സംസ്ഥാനത്താണെങ്കിലും അങ്ങനെയാണ് നടക്കുന്നത്. ആരൊക്കെ ഉൾപ്പെടണം, എത്ര മിനിറ്റ്, ഏതെല്ലാം മിനിറ്റ് ബൈ മിനിറ്റ് പ്രോഗ്രാം അവരാണ് അപ്രൂവ് ചെയ്യുന്നത്, ഞങ്ങളല്ല. അപ്പോൾ ഞങ്ങൾക്ക് കേരളത്തിലെ ഗവൺമെൻറ്റിന്, പിണറായി ഗവൺമെൻറ്റിന് പ്രതിപക്ഷത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ളൊരു നിലപാടില്ല. അത് പ്രഖ്യാപിതമാണല്ലോ. എല്ലാ കാര്യത്തിലും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന നിലപാടാണ് ഞങ്ങളുടെ സർക്കാർ എല്ലാ കാലവും സ്വീകരിച്ചിട്ടുള്ളത്. ഈ വിവാദം ഇപ്പോഴാണ് ഉയർന്നു വന്നത്. അതിൽ കേരള ഗവൺമെൻറ് ആരെയെല്ലാം ഉൾപ്പെടുത്തിയാണ് പ്രപ്പോസൽ കൊടുത്തത് എന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ എനിക്ക് വ്യക്തതയില്ല. അത് സംബന്ധിച്ച് കൂടുതൽ മനസ്സിലാക്കി മാത്രം പ്രതികരിക്കേണ്ട ഒരു കാര്യമാണ്. എൻ്റെ മുന്നിൽ അത്തരം വിവരങ്ങൾ ഇപ്പോഴില്ല. ഞങ്ങളുടെ പൊതുനിലപാട് ഇവരെയൊന്നും മാറ്റി നിർത്തുന്നതല്ല. ഇനി ഈ വിഴിഞ്ഞത്തിൻ്റെ തന്നെ തൊട്ട് മുൻപുള്ള ഘട്ടത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉദ്ഘാടന ചടങ്ങിൽ സ്വാഭാവികമായി പ്രതിഷേധം രേഖപ്പെടുത്തി മാറിയുന്ന ആൾക്കാരാണ്. മാത്രമല്ല, അവിടുത്തെ സ്ഥലം MP ആയ ശ്രീ ശശി തരൂർ പോലും അന്ന് പങ്കെടുത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആകെ ശ്രീ വിൻസെൻ്റ് MLA ആണ് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് അന്ന് ആ പരിപാടിയിൽ പങ്കെടുത്തത്. ഞാൻ ആ പരിപാടിയിൽ പങ്കെടുത്തയാളാണ്. അപ്പോൾ ഇതുപോലുള്ള സമീപനം ശരിയല്ല. ഇപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ടായിട്ടുണ്ട് എങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായിട്ട് പ്രതിപക്ഷ നേതാവില്ലെങ്കിലും എനിക്കറിയില്ല, എന്തായാലും ശ്രീ ശശി തരൂർ MP അതിലുണ്ടാകുമെന്നാണ് സാധ്യത. ഇല്ലേ, പരിപാടിയിൽ ഉണ്ടായിരിക്കും ശശി തരൂർ എന്ന് ഞാൻ കരുതുന്നു. കാരണം സ്ഥലം MP ആണ്, പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ ഉണ്ടാകും. കോൺഗ്രസ് അതിനെ UDF ബഹിഷ്കരിക്കുമെന്ന് പറയുന്നതിൻ്റെ യുക്തി എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെ ഉൾപ്പെടുത്തിയിട്ടില്ല എങ്കിൽ അതിൻ്റെ കാര്യം സൂചിപ്പിക്കുന്നത് മനസ്സിലാക്കാം. പക്ഷേ കേരളത്തിൻ്റെ വികസന ചക്രവാളത്തിലെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ല് ഉണ്ടാകുന്ന വളരെ അസാധാരണമായ ഒരു ചരിത്ര നിമിഷത്തിൽ UDF ബഹിഷ്കരിക്കുമെന്ന് പറയുന്നത് UDFൻ്റെ രാഷ്ട്രീയ പാപ്പരത്തല്ലേ. അപ്പോൾ ബഹിഷ്കരിക്കും എന്നാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ കണ്ട വാർത്ത. അത് ശരിയാണെങ്കിലാണ് ഞാൻ പറയുന്നത്, ലാസ്റ്റ് ഇറങ്ങുമ്പോൾ കണ്ട വാർത്തയാണ്. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. എങ്കിലത് തെറ്റാണ്. അല്ല, സ്വാഭാവികമായിട്ടും അത് കൂട്ടിയോജിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് കേരള സർക്കാരാണ്. ആരൊക്കെ മാറ്റി നിർത്തപ്പെടാൻ പാടില്ല എന്ന് UDF-നെയും LDF എല്ലാം കേരളത്തിന്റെ പൊതുവികസനമാണെങ്കിൽ സ്വാഭാവികമായിട്ടും കേരള സർക്കാർ, സംസ്ഥാന സർക്കാർ മുൻകൈ എടുത്തിട്ട് ഇന്ന ആളുകൾ ലിസ്റ്റ് വേണം, പ്രതിപക്ഷം പറയേണ്ട ആവശ്യപ്പെടുന്നത് നിങ്ങൾ പറഞ്ഞു പറയാം. അപ്പോൾ അതിൽ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളീ പറയുന്നത് പോലെ അല്ല. നിങ്ങൾ നോക്കൂ, ഇവിടെ ഇപ്പോൾ കൂട്ടിയോജിപ്പിക്കുന്നതിന് വേണ്ടി കേരള ഗവൺമെൻറ് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യുന്നതല്ലേ. വളരെ UDF-ൻ്റെ പ്രഖ്യാപിത നിലപാടെന്താണ്? ഇതിനോടൊന്നും സഹകരിക്കില്ല എന്നുള്ളതാണ്. ഇത് കുട്ടികളുടെ പ്രവേശനോത്സവത്തിൽ പങ്കെടുക്കാതെ മാറിയുന്നവരല്ലേ അവർ. ഏത് കാര്യത്തിലാണ് UDF ഈ നിലയിൽ യോജിച്ചു പോകാൻ കഴിയും എന്നൊരു നിലപാട് പ്രഖ്യാപിച്ചിട്ടുള്ളത്? അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ പറയുന്നതിനൊരു കാരണമായി കാണുന്നതേ ഉള്ളൂ. ഗവൺമെൻറ്റിൻ്റെ നിലപാട് വളരെ ക്ലിയറാണ്. എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പോവുക, എല്ലാവരുമായി ആലോചിച്ച് പോവുക. ഇനി വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കാര്യത്തിൽ തന്നെ ഇടക്കാലത്ത് അവിടെ സമരം ഉയർന്നു വന്നപ്പോൾ ഇതെല്ലാം നിർത്തിവെക്കണം എന്ന നിലപാട് ഉയർത്തിയവരല്ലേ പിന്നെ ഉദ്ഘാടനത്തെക്കുറിച്ച് പറയുന്നത്. അത് വേറൊരു കാര്യം. ഇതെല്ലാം നിർത്തിവെക്കണം,
നിർത്തിവെക്കുന്നവരെ ഞങ്ങളവരോടൊപ്പം നിൽക്കും എന്തെല്ലാമായിരുന്നു പ്രഖ്യാപനം. ഒരു കാരണവശാലും നടക്കില്ല എന്നല്ലേ പ്രഖ്യാപിച്ചേ. അപ്പോൾ എല്ലാ കാര്യത്തിലും അങ്ങനെ പ്രഖ്യാപിക്കുന്ന ഒരു നിലപാടാണ്, വികസന വിരുദ്ധ നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ പ്രേരിതമാണ്, അത് ശരിയല്ല. LDF ഗവൺമെൻറ് നിലപാട് വികസന കാര്യത്തിൽ എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കലാണ്. ഒരു കാര്യം ഉറപ്പാണ്, വിഴിഞ്ഞം തുറമുഖം പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ, മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്സ്മാൻഷിപ്പിൻ്റെ, പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ, LDF ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തിയുടെ ഉൽപ്പന്നമാണ്. ഇല്ലെങ്കിൽ ഇടക്കാലത്തവിടെ ആർത്തലച്ചുയർന്നു വന്ന വലിയ പ്രതിഷേധത്തിൻ്റെയും സമരത്തിൻ്റെയും മുൻപിൽ വേറെ ഏതൊരു ഗവൺമെൻറ് ആയിരുന്നേലും പിന്മാറിപ്പോയനെ. ഇത് പിന്മാറിയില്ല എന്ന് മാത്രമല്ല, രക്തം ചൊരിയാതെ, രക്തരൂക്ഷിതമാകാതെ ജനങ്ങളെ കൂടി വിശ്വാസത്തിലെടുത്ത്, അതാണ് ഞാൻ സ്റ്റേറ്റ്സ്മാൻഷിപ്പ് എന്ന വാക്ക് ഉപയോഗിച്ചത്. അങ്ങനെ വളരെ അവധാനതയോടെ ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്ത്, ആ കടമ്പ കടന്ന് കേരളത്തിൻ്റെ വികസനത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു പ്രവർത്തനം പൂർത്തീകരിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഈ ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തിയുടെ വിജയമാണ്. മറ്റൊരു ഗവൺമെൻറ് ആണെങ്കിൽ ഒരുപക്ഷെ അങ്ങനെ ഉണ്ടാകില്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും.